പ്രിയ സജ്ജനങ്ങളെ, സദനമസ്കാരം. ഏകാത്മതാ സ്തോത്ര പഠനത്തിൽ നമുക്കിന്ന് ചിന്തിക്കേണ്ടത് രാജർഷി ഭാഗ്യചന്ദ്രൻ മൊയ്റാങ് ഘോമിൽ ഈ മഹാത്മാവിനെ കുറിച്ചാണ്. 1748 നിങ് തൗ ചിങ് താങ് ഘോഭ എന്ന രാജർഷി ഭാഗ്യചന്ദ്രൻ മൊയ്റാങ് ഘോമിൽ ജനിച്ചു. ഈ പ്രദേശം ഇന്നത്തെ മണിപ്പൂരിലാണ്. മെയ്സിംഗ് ഊ പാഹൈബിലായിരുന്നു അച്ഛൻ. വാഹേങ്സം ചാനു ചാപ്പലോയ് ഗോബി അമ്മയും. ഇതൊക്കെ മണിപ്പൂരിലെ പേരുകളാണ്. ഇവർ മണിപ്പൂരിൽ വൈഷ്ണവധർമ്മം പ്രചരിപ്പിച്ചത് മഹാരാസ നൃത്തമെന്ന മണിപ്പൂരി നൃത്തം, ശ്രീ ഗോവിന്ദ നിരൂപൺ എന്നിവ ആരംഭിച്ചതും ഈ മഹാത്മാവായ ഭാഗ്യചന്ദ്രനാണ്. ഭാഗ്യവാൻ എന്ന് സൂചിപ്പിക്കാനാണ് ഭാഗ്യചന്ദ്രൻ എന്ന അദ്ദേഹത്തെ വിളിച്ചത്. മണിപ്പൂരിലെ പ്രശസ്തമായ രാജകുടുംബത്തിലെ ഉത്തരാധികാരിയായിരുന്ന ശ്രീ ഭാഗ്യചന്ദ്രൻ 54ാം രാജാവായി 1759 അഭിഷേകം ചെയ്യപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നാഗന്മാർക്കെതിരെയും ബർമാക്കാർക്കെതിരെയും നിരവധി യുദ്ധങ്ങൾ ജയിച്ചു. ഇടയ്ക്ക് 1764 ബർമ്മരാജാവിൻ്റെ സൈന്യത്തോട് തോറ്റ് ആഹോ രാജാവായിരുന്ന ശ്രീ രാജസ്വർഗദേവിൻ്റെ നാട്ടിൽ താമസിക്കേണ്ടി വന്നത് ഭാഗ്യചന്ദ്ര രാജാവിൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായി മാറി. ഭാഗ്യചന്ദ്ര രാജാവിന് പകരം അധികാരമേറ്റയാൾ ഇത് ശരിയായ രാജാവല്ല എന്ന് രാജസ്വർഗദേവിനെ അറിയിച്ചു. സംശയം തോന്നിയ അഹോ രാജാവ് ദിവ്യശക്തികൾക്ക് പേർപെട്ട ഭാഗ്യചന്ദ്ര രാജാവ് എന്ന് തെളിയിക്കുവാൻ വെല്ലുവിളിച്ചു. മതം പൊട്ടിയ ഒരു കാട്ടാനയെ തളക്കലായിരുന്നു ആ വെല്ലുവിളി. ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ അനുയായിയായി തീർന്ന ശ്രീ ഭാഗ്യചന്ദ്രൻ രാത്രി മുഴുവൻ ഇഷ്ടദേവനായിരുന്ന ഗോവിന്ദനെ വിളിച്ചു പ്രാർത്ഥിച്ചു. ശ്രീ ഗോവിന്ദ് അദ്ദേഹത്തിനു മുന്നിൽ പ്രത്യക്ഷനാകുകയും സുന്ദരമായ ഒരു രാസനൃത്തം കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഭാഗ്യചന്ദ്ര രാജാവ് ശ്രീ ഗോവിന്ദ് വന്ന് തൻ്റെ രാജ്യം ഏറ്റെടുക്കുവാൻ ഭഗവാനെ ക്ഷണിച്ചു. വിനോദപ്രിയനായ ഭഗവാൻ, ഈ ഇടയവേഷത്തിൽ ഞാനെങ്ങനെ രാജാവാകും എന്ന് ചോദിച്ചു. നാളെ ആന നിന്റെ മുന്നിൽ മുട്ടുകുത്തുമെന്നും രാജാവായാൽ പ്ലാവിൻ തടിയിൽ കടഞ്ഞ തൻ്റെ വിഗ്രഹം പ്രതിഷ്ഠിച്ച് ഈ മഹാസത്യത്തെ പ്രചരിപ്പിക്കണമെന്നും ഉപദേശിച്ചു. ചിത്രകാരനായിരുന്ന ഗോപി റാങ്കിനെ കൊണ്ട് മഹാസൈന്യത്തിൻ്റെ വർണ്ണന അനുസരിച്ചു ചിത്രങ്ങളും അദ്ദേഹം വരപ്പിച്ചു. അടുത്ത ദിവസം ഗോദയിൽ കൊമ്പും കുലുക്കി ഓടി വന്ന മധയാന ശ്രീ ഭാഗ്യചന്ദ്രൻ്റെ മുന്നിൽ മുട്ടുകുത്തി അനങ്ങാതെ നിന്നു. ഇത് കണ്ട അഹോ രാജാവ് ബർക്കാരെയും ഗേലേംബ എന്ന ഭരണാധികാരിയെയും യുദ്ധത്തിൽ തോൽപ്പിച്ച് ശ്രീ ഭാഗ്യചന്ദ്രനെ രാജാവായി വീണ്ടും വാഴിച്ചു. 1767 ഇത്. 1774 വാണിജ്യ സൗകര്യം നൽകാനും പകരം ബർമാക്കാരിൽ നിന്നും നാഗന്മാരിൽ നിന്നും രാജാവിന് സംരക്ഷണം നൽകുവാനും ബ്രിട്ടീഷുകാരുമായിട്ട് കരാറായി. തൻ്റെ സ്വപ്നത്തിൽ കണ്ടതുപ്രകാരം ഖൈന എന്ന കുന്നിലെ പ്ലാവിലെ തടി കൊണ്ട് വിഗ്രഹം പ്രതിഷ്ഠിക്കുവാനും 1777 ആ വിഗ്രഹത്തിനു മുന്നിൽ ആദ്യമായി മഹാരാസം എന്ന മണിപ്പൂരി നൃത്തം അവതരിപ്പിക്കുകയും ചെയ്തു. സങ്കീർത്തന പാരമ്പര്യവും അദ്ദേഹം തുടങ്ങിവെച്ചു. ലേയ് തോക് ലേഖ ജോഗി എന്ന പുസ്തകവും രചിച്ചു. 1775 ബിഷംപൂർ നഗരം തലസ്ഥാനമാക്കിയെങ്കിലും 1796 കംഗ്ലയിലേക്ക് അത് മാറ്റുകയുണ്ടായി. 1797 തൻ്റെ പുത്രൻ ലാവണ്യചന്ദ്രനെ രാജാവായി വാഴിച്ച ശേഷം കലോപാസകനായ ആ വിഷ്ണുഭക്തൻ വൈഷ്ണവ തീർത്ഥസ്ഥാനങ്ങളിലേക്ക് തീർത്ഥാടനം പോയി. ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ അവതാരം ഭൂമിയായ നവദ്വീപം സന്ദർശിച്ച് 1799 ഡിസംബർ 25 മൂർഷിദാബാദിൽ വെച്ച് അദ്ദേഹം നമ്മോട് വിട പറഞ്ഞു. രാജർഷി ഭാഗ്യചന്ദ്രൻ
ഏകാത്മതാ സ്തോത്ര പഠനത്തിലൂടെ ഈ മഹാനായ രാജർഷിയെ നാം സ്മരിക്കുന്നു. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.